സ്റ്റാൻഡേർഡ് പ്രൊസീജിയറാണ് ഒരു അറ്റാക്ക് കഴിഞ്ഞാൽ ബാറ്റിൽ ഡാമേജ് അസസ്മെന്റ് ചെയ്യുന്നത്. എങ്കിലും നമുക്കറിയുള്ളൂ നമ്മൾ എയിം ചെയ്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത്. അതിപ്പോ നമുക്ക് ഡ്രോൺസ് വഴി നമുക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പിന്നെ അതല്ലാതെ ഇപ്പൊ ഈ കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചിലപ്പോ നമ്മളുടെ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ വീഡിയോ എടുത്ത് സ്പ്രെഡ് ചെയ്യുന്നതാണ് ഇന്ന് ലോകത്തിന് എനിമിക്ക് കിട്ടുന്ന ബാറ്റിൽ ഡാമേജ് അസസ്മെന്റ്. അത് നമ്മൾ ഒരിക്കലും നമ്മുടെ സ്ഥലത്ത് ചെയ്യരുത്. പക്ഷെ അവിടുന്ന് അത് ചെയ്യുന്നുണ്ട്, നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കാണുന്ന വിഷ്വൽസ് അനുസരിച്ചിട്ട് നമ്മൾ വിചാരിച്ചാലും വളരെ അധികം. ഇപ്പൊ തന്നെ ഞാൻ ആ മോസ്കെറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ എൻട്രി അതിന്റെ ടോപ്പ് ഡോമിൽ നിന്നാണ് മിസൈൽ എൻട്രി ചെയ്തിരിക്കുന്നത്. അതൊരു പെർഫെക്റ്റ് എൻട്രി ആണ്. ഇപ്പം അത്രയും അക്യുറേറ്റ് ആയിട്ടുള്ള അറ്റാക്സ് നടന്നിട്ടുണ്ട്. ആൻഡ് ഇഫക്റ്റ് ഇപ്പൊ അറിയുന്നതിൽ താങ്കൾ പറഞ്ഞ പോലെ നമ്മൾ വിചാരിച്ചതിലും ഒരു പടി മുകളിലാണ്. ഏതായാലും 70 ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോഴുള്ള വിവരം. നമ്പർ കൂടിയേക്കാം, കാരണം 9 ടാർഗറ്റുകൾ, അതും പ്രധാനപ്പെട്ട ഭീകരവാദ കേന്ദ്രങ്ങളാണ് ലക്ഷ്യം വെച്ചത്. അവിടെ പലയിടങ്ങളിലും നല്ല രീതിയിൽ ആളുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അവിടെ നിന്ന് പ്രാദേശിക മാധ്യമങ്ങളും മറ്റും, ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, BBC അടക്കമുള്ള മാധ്യമങ്ങളും അതിൽ ചുറ്റുപാടുമുള്ള ആളുകളിലേക്ക് ബൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ കാഷ്വാലിറ്റി ഉയർന്നേക്കാം. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, 9 കേന്ദ്രങ്ങളിൽ മർക്കസ് സുബൻ അള്ള ആണ് ഇതിൽ ഏറ്റവും പ്രധാനം. ജെയ്ഷെ മുഹമ്മദിന്റെ ബഹാവൽപൂരിലെ കേന്ദ്രം, അതായത് മൗലാന മസൂദ് അസറിന്റെ തട്ടകമാണ്, മൗലാന മസൂദ് അസറിന്റെ കളരിയാണ്, അദ്ദേഹം ജനിച്ച സ്ഥലമാണ്. മർക്കസ് സുബൻ അള്ള പ്രധാനപ്പെട്ട ഭീകരവാദ കേന്ദ്രമാണ്. അവിടേക്ക് ഇന്ത്യൻ അതിർത്തിയിൽ 100 കിലോമീറ്റർ അപ്പുറയുള്ള ബഹാവൽപൂരിലെ മർക്കസ് സുബൻ അള്ള ആക്രമിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം മർക്കസ് തൈബയാണ്. നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ട മർക്കസ് തൈബ, അത് മുരീദ് കയിലാണ്, ലഷ്കർ ഇ തൈബയുടെ കേന്ദ്രമാണ്. അവിടെ മൗലാന മസൂദ് അസറിന് മാത്രമല്ല ഒസാമ ബിൻ ലാദന് വരെ ബന്ധമുള്ള ഭീകരവാദ കേന്ദ്രമാണ്. ബിൻ ലാദൻ പണം മുടക്കി അജ്മൽ കസബ് തീവ്രവാദ കേന്ദ്രമാണ്. നേരിട്ട് പങ്കെടുത്ത അജ്മൽ കസബ് ട്രെയിൻ ചെയ്യപ്പെട്ടത് അവിടെയാണ്. ഡേവിഡ് കോൾമാൻ ഹിഡ്ലി ഉൾപ്പെടെ അവിടെ പരിശീലനം നേടിയിട്ടുണ്ട്. എന്ന ഭീകരവാദത്തിന്റെ വലിയ പ്രധാനപ്പെട്ട വേരുകളുടെ ചരിത്രം ഉൾപ്പെടെയുള്ള സ്ഥലമാണ്. ആ ദുഷ്ചരിത്രത്തിന്റെ വേരാണ് നമ്മൾ അർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മെഹ്മൂന ജോയ ഹിസ്ബുൾ മുജാഹിദീനെയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. മെഹ്മൂന ജോയ സിയാൽകോട്ടിലാണ്. മെഹ്മൂന ജോയ ടാർഗറ്റ് ചെയ്തു. സർജൽ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമാണ്, തെഹ്ര കലാനിലാണ് ഉള്ളത്. അതുപോലെ തന്നെ മർക്കസ് അഹ്ലെ ഹാദിത്ത് ബർണാല ഭാഗത്താണ്, ലഷ്കർ ഇ തൈബയുടെ കേന്ദ്രമാണ്. അതുപോലെ തന്നെ മർക്കസ് അബ്ബാസ് ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമാണ്, കോട്ട്ലിയിലാണ് മർക്കസ് അബ്ബാസ്. നേരത്തെ അതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ കണ്ടു കാണും. അതുപോലെ തന്നെ ഷവായ് നല, അത് ലഷ്കർ ഇ തൈബയുടെ തന്നെ കേന്ദ്രമാണ്, പാക് അധീന കാശ്മീരിലെ മുസഫറാബാദിലാണ്. അങ്ങനെ പ്രധാനപ്പെട്ട പാക് നഗരങ്ങളിൽ മുസഫറാബാദ് അടക്കമുള്ള പാക് അധീന കാശ്മീരിലെ നഗരങ്ങൾ, പഞ്ചാബിലെ ബഹാവൽപൂർ അടക്കം ഇന്ത്യ സമഗ്രമായി പാകിസ്ഥാന്റെ ടെറർ ഇൻഫ്രാസ്ട്രക്ചറിനെ ടാർഗറ്റ് ചെയ്യുകയും ടെറർ ഇൻഫ്രാസ്ട്രക്ചറിനെ ഇല്ലാതാക്കാൻ 9 ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തു എന്നുള്ളതാണ് വിവരം. എത്ര ഭീകരർ കൊല്ലപ്പെട്ടു, ഇതിൽ HVT ഹൈ വാല്യൂ ടാർഗറ്റുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, കൂടുതലായി ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇനി അറിയാനേ ഉള്ളൂ. മൗലാന മസൂദ് അസർ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വിവരമില്ല എന്നാണ് പാകിസ്ഥാൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. മുരീദ് കയിൽ ഇന്ത്യ ഡ്രോണിൽ ആക്രമണം നടത്തി, 4 ഡ്രോണുകൾ കടന്നു കയറി ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് അർജുൻ പീതാംബരൻ പ്രിസിഷൻ ബോംബ്, സ്റ്റോം ഷാഡോ ഹാമർ പ്രിസിഷൻ ബോംബ്, പാകിസ്ഥാനെ വിറപ്പിച്ച ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രങ്ങൾ എന്ന നിലയിലാണ് ഈ ഓപ്പറേഷന് ശേഷം ഇപ്പോൾ നമ്മുടെ ആയുധങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. സ്റ്റോം ഷാഡോ ഹാമർ പ്രിസിഷൻ ബോംബ്, അങ്ങനെ പാകിസ്ഥാനെ വിറപ്പിച്ച ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് ഈ മണിക്കൂറിൽ വരുന്നത്. പാകിസ്ഥാനിൽ 21 ഭീകര കേന്ദ്രങ്ങളുണ്ട്. ആ 21 ഭീകര കേന്ദ്രങ്ങളും ഞങ്ങളിത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഞങ്ങളുടെ ടാർഗറ്റിലുണ്ട്, ഞങ്ങളുടെ റഡാറിലുണ്ട്, ഞങ്ങളുടെ ആയുധ പരിധിയിലുണ്ട് എന്നതാണ് വാർത്താ സമ്മേളനത്തിലൂടെ ഇന്ത്യ വ്യക്തമാക്കിയത്. 21-ൽ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത്. അത് പാക് അധീന കശ്മീരിൽ മാത്രമല്ല, ഈ 9-ൽ 4 അത് പാകിസ്ഥാന്റെ വലിയ നിയന്ത്രണം പാകിസ്ഥാൻ മേഖലയിൽ തന്നെയാണ്. ആ രാജ്യത്തിന് അകത്ത് തന്നെയാണ്. അവിടെയാണ് 100 കിലോമീറ്റർ റേഞ്ചിൽ മിസൈൽ വിട്ട് അതിനെ തകർത്ത് കളഞ്ഞത്. ഇപ്പോഴത്തെ ദൃശ്യങ്ങളിൽ കാണുന്ന മൗലാന മസൂദ് അസറിന്റെ വീട്, കുടുംബത്തെ ആകെ ഉന്മൂലനം ചെയ്തിരിക്കുകയാണ്. ഭീകരവാദികളെ ആകെ ഉന്മൂലനം ചെയ്തിരിക്കുകയാണ് നമ്മുടെ രാജ്യം. വളരെ പ്രധാനപ്പെട്ട മന്ത്രിസഭാ യോഗം, ഉപസമിതി യോഗമൊക്കെ നടക്കുന്ന സമയം കൂടിയാണ്. അതിനിടയിലാണ് നമ്മൾ കമ്മിറ്റി ഓൺ സെക്യൂരിറ്റീസ് ആരംഭിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ സുരക്ഷയ്ക്കായുള്ള മന്ത്രിസഭാ സമിതി ചേരുകയാണ്. മുരീദ് കയിൽ ഇന്ത്യൻ ഡ്രോണുകൾ ആക്രമണം നടത്തി, അതായത് മിസൈലുകൾ മാത്രമല്ല ഡ്രോണുകൾ ആക്രമണം നടത്തിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്.